അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് പലരിൽ നിന്നും പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ടാവും. വ്യക്തിപരമായിട്ടും വ്യക്തികളിൽ നിന്നും മറ്റ് ഏത് ഉദ്യോഗസ്ഥരിൽ നിന്നും എന്തൊരു കാര്യമായാലും ഹൈറായ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഇസ്മ്, അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട ഏറ്റവും മഹത്താക്കപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചൊല്ലുക, എപ്പോഴാണ് ചൊല്ലുക എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് കാര്യം സാധിപ്പിച്ചെടുക്കണമെങ്കിൽ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ശരീരം ശുദ്ധിയാക്കി നല്ല വസ്ത്രം ധരിച്ച് വുളൂഹോട് കൂടി നല്ല ശുദ്ധിയുള്ള സ്ഥലത്തിരിക്കുക. അതിനുശേഷം നാം ചെയ്യേണ്ടത് യാ ലത്തീഫ് യാ അള്ളാ എന്ന ഈ ഒരു അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇസ്മുകളിൽപ്പെട്ട അതിമഹത്തായ ഒരു ഇസ്മാണ് ഈ ഒരു ഇസ്മ്. യാ ലത്തീഫ് യാ അള്ളാ എന്നൊരു ഇസ്മ്. ഈ ഒരു ഇസ്മ് നാം 129 തവണ ചൊല്ലുക. അതിനുശേഷം ഈ പറയപ്പെടുന്ന ആയത്ത് കൂടി ചൊല്ലേണ്ടതുണ്ട്. ചൊല്ലേണ്ട ആയത്ത് അലാ യഅലമു മൻ അലക വഹുവ ലത്തീഫുൽ ഖബീർ അല്ലാഹുമ്മ ഇഖ്ലി ആജതി മിൻ ഫുലാനിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ആയത്ത് 29 തവണ ചൊല്ലുക. ഈ ഒരു ആയത്ത് ചൊല്ലുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പറയാം. ഈ ഒരു ആയത്തിൽ രണ്ടാമത്തെ വരിയിൽ കാണുന്ന അല്ലാഹുമ്മ ഇഖ്ലി ആജതി മിൻ ഫുലാനിൻ, ആ ഫുലാനിൻ എന്ന ഭാഗത്ത് നാം ചെയ്യേണ്ടത് നമുക്ക് ആരിൽ നിന്നാണോ ആവശ്യം നേടിയെടുക്കേണ്ടത് അവരുടെ പേര് അവിടെ മനസ്സിൽ കരുതുക. ഇന്ന ആളിൽ നിന്ന്, ആ മിൻ ഫുലാൻ, മിൻ ഒന്നിക്ക് മുസ്തഫാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പേര്, ആണുങ്ങളതായാലും പെണ്ണുങ്ങളതായാലും ആ ഒരു പേര് നമ്മൾ അവിടെ എത്തുമ്പോൾ ആ ഒരു പേര് ചൊല്ലിക്കൊണ്ട് മിൻ അസ്മാന്നോ അല്ലെങ്കിൽ മിൻ മജീദെന്നോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആയത്ത് ഓതുക. അല്ലെങ്കിൽ പേരറിയില്ല എങ്കിൽ ആ ഫുലാനിന് തന്നെ ചൊല്ലുക. പക്ഷെ അവിടെ നമ്മൾ ആളെ മനസ്സിൽ കണക്കാക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു 29 തവണ ആവർത്തിച്ച് ചൊല്ലിയതിന് ശേഷം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. ആ ഒരു ദുആ ചെയ്യുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൽ വിശ്വസിക്കണം. നാം ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ എന്തൊരു കാര്യം ചെയ്താലും നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു രീതിയിൽ ചെയ്യാം. ഈ ഒരു യാ ലത്തീഫ് എന്ന് ചൊല്ലുന്ന ഇസ്മിന് മറ്റൊരു പ്രത്യേകതകൾ കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറയാം. മഹാന്മാർ പറയുന്നത് നമ്മൾ ഈ ഒരു യാ ലത്തീഫ് എന്ന ഇസ്മ് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണ വർധനവുണ്ടാവും, ആഗ്രഹ സഫലീകരണം നടക്കുന്നതാണ്, അക്രമികളിൽ നിന്ന് രക്ഷയുണ്ടാവും. അതുപോലെ തടവുകാരൻ, നമ്മൾ ജയിൽ മോചിതരാവണമെങ്കിൽ, ആരെങ്കിലും ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കിട്ടണമെങ്കിൽ ഈ ഒരു ദിക്ർ ചൊല്ലാവുന്നതാണ്, ഈ ഒരു ഇസ്മ ചൊല്ലാവുന്നതാണ്. അത്രയും പവർഫുള്ളായ ഒരു ഇസ്മാണ്. ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും കൈവിടുകയില്ല. ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത വീഡിയോയിൽ കാണാം.